ബാംഗ്ലൂർ മജസ്റ്റിക്കിനകത്ത് കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. അതായത് കുറേ 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 സംഭവങ്ങൾ. അങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നിൽക്കണം. എന്തിനാണോ ബാംഗ്ലൂർ മജസ്റ്റിക്കിലേക്ക് ബസ്സുകൾ കയറുന്ന സ്ഥലമാണത്. ഇവിടെ നിന്ന് അങ്ങനെ കുറേ ബസ്സുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് KSRTC സ്റ്റാൻഡ് ഉണ്ടോ തോന്നുന്നു, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശം മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഓർബിറ്റിൻ്റെ മീതി കൂടെ കയറി പോകുന്നത്. ഈ ഒരു വഴിയുണ്ടല്ലോ, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വഴിയാണ്. ഒരു 10-12 കൊല്ലം മുമ്പ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ ചെറിയൊരു അലമ്പ് ഈ ഒരു വഴിയിൽ വെച്ചിട്ടുണ്ടായി. ചിലപ്പോൾ അന്ന് ചത്തുപോയേനെ. വേറെ ഒന്നുമില്ല, ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ പോകുമായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇയർഫോൺ കണ്ടിട്ട് വില ചോദിച്ചു. അവർ ഒരുപാട് അങ്ങോട്ട് വില പറഞ്ഞു. അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർ എൻ്റെ അടുത്ത് പറയണേ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് പോകണമെന്ന്. എന്നിട്ട് അവർ കുത്തിനും പിടിക്കാനൊക്കെ നോക്കി. ഞാൻ പിന്നെ ഒന്ന് ഇറങ്ങി ഓടാനൊക്കെ ശ്രമിച്ച്. ആ സമയത്ത് ദൈവദൂതനെ പോലെ ഒരു പോലീസുകാരെ വന്ന്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കേട്ടോ ഇവിടെ യൂബറിൽ മറ്റേ കാർ ഓടിക്കുന്നത്. അങ്ങനെ നമ്മുടെ സീബേഡ് ബസ്സിൻ്റെ ഉള്ളിലെത്തി. TV ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഓണാക്കാൻ കഴിയില്ല. ഇതാണ് അപ്പുറത്ത് 2 പേർ കിടക്കാവുന്നത്. ഇവിടെ സിംഗിൾ സീറ്റർ. ഇത് തുറന്നാൽ പുറത്തുള്ള ആൾക്കാരെ കാണാം. ആറ് 10 സമയം. ഇതാണ് ഞാൻ വന്ന ബസ്, ഫ്രീ ബേർഡ്. ഞാനിപ്പോൾ സാഗര എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു വഴി കൂടെയാണ് വന്നത്. നല്ല രസമുണ്ട് കേട്ടോ. രാവിലെയാണ് വന്നത്. ഞാൻ സാഗരയിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കണ്ടൊരു ജംഗ്ഷനാണ്. റോഡിൻ്റെ നടുക്ക് നല്ലൊരു ദീപസ്തംഭമൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ജംഗ്ഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ലൊരു അമ്പലമുണ്ട്. അതാണ് എന്നെ എന്താ പറയുക അത്ഭുതപ്പെടുത്തിയത്. നോക്കൂ, നല്ല രസമുണ്ടല്ലേ. എന്തായാലും ആ വഴി കൂടെ പോവാം. റോഡിൻ്റെ സൈഡിലൊക്കെ പൂ കച്ചവടം നടത്തുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിലുള്ള പൂക്കളായിരിക്കും മിക്കവാറും. ഇവിടെ വേറൊരു അമ്പലമുണ്ട്. എനിക്ക് ഈ ഒരു അമ്പലമാണ് ഇഷ്ടപ്പെട്ടത്. നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ പാലക്കാട് അഗ്രഹാരത്തിൽ ആ രഥോത്സവത്തിന് പോയിട്ടുണ്ടെങ്കിൽ രഥം കാണില്ലേ, അതേപോലെയൊക്കെ ഉണ്ടല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ അതിൻ്റെ മീതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. പാട്ടൊക്കെ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അതായത് പഴയ പേപ്പർ തരൂ, പഴയ പ്ലാസ്റ്റിക് തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് അവർ പോകുന്നത്. ഞാൻ കേട്ടപ്പോൾ ആദ്യം വിചാരിച്ച പോലെ ഭക്തിഗാനം വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നതായിരിക്കുന്നു. സാഗരയിൽ ഒരു ഫുട്പാത്തിൽ ഞാൻ കണ്ടാണ് ഒരു പശു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഫുഡ് വേസ്റ്റ് എടുത്ത് തിന്നാൻ നോക്കിയതാ. അതിൻ്റെ കഴുത്തിൽ ഇത് കുടുങ്ങി പാവം പോകുന്നുണ്ടോ. ഇവിടെ മുഴുവനും ഇങ്ങനെ ഉണ്ടോ, കുറേ പശുക്കളിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ സാധാ കൂട്ടാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കിട്ടി എനിക്ക്. പക്ഷെ അരി കുറച്ചുള്ളൂ, ചോറ് കുറച്ചുള്ളൂ. ഇനി എക്സ്ട്രാ ചോറ് മേടിക്കണം, വേറെ പൈസ വേണം. നമ്മുടെ നാട്ടിലൊക്കെ എത്ര എക്സ്ട്രാ ചോറ് മേടിച്ചാലും പൈസ ചോറ് കൂടുതൽ കിട്ടില്ല.
ഇങ്ങനെ സാഗരേന്ന് സിർസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നിന്ന് ഹാവേരിയിലേക്കാണ് പോകേണ്ടത്. ഭാഷ അറിയില്ല, വണ്ടികൾ എപ്പോൾ എത്തും എപ്പോൾ പോവും എന്നൊന്നും അറിയില്ല. അവസാനം ഹാവേരിക്കുള്ള ബസ് കണ്ടുപിടിച്ചു. ഇത് നല്ലൊരു അഡ്വഞ്ചർ ജേർണിയാണ് കേട്ടോ. അറിയാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലേ ഇതാണ് എനിക്ക് പോള ബസ്. പോകുന്നറിയില്ല, വണ്ടി ഓഫാണ്. ഹാവേരിക്ക് പോണ ബസ്സാന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുന്നുണ്ട്. ഇവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരാണ്. എൻ്റെ വലിയ ലഗേജ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പോവാണ്. ഞാനിവിടെ ഒരു ഹിന്ദിക്കാരനായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളങ്ങോട്ട് പോയി. ആളെ സ്ലീപ്പർ ബസ്സിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്താണ് ഈ ബസ് ഇവിടെ എഞ്ചിൻ ഓൺ ആക്കിയത്. അപ്പോൾ ഈ വണ്ടിയിൽ ചാടി കയറി. ഈ വണ്ടിയാണ് ഞാൻ ആദ്യം പോണേ. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയിൽ ചാടി കയറി. ഈ ലഗേജ് ഇതൊക്കെ ആയിട്ട് ഹാവേരിക്കാണ് പോകുന്നത്. കുറേ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഹാവേരി ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെയാണെങ്കിൽ ചെറിയ പിള്ളേർ ചായ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് ലോഡ്ജ് തപ്പി പോകണം. ഹൊയ്സാല എന്ന് പറഞ്ഞിട്ടുള്ള ലോഡ്ജാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയി. ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറി. പൊറാട്ടയും പിന്നെ എന്തൊട്ട് അതിൻ്റെ ചാറുകറിക്ക് എന്താ പറയും, അതും കഴിച്ച്. ഇനി ഈ വഴിക്കൂടെ പോയി കഴിഞ്ഞാലാണ് ഹൊയ്സാല എന്ന് പറഞ്ഞിട്ടുള്ള ലോഡ്ജുള്ളത്. അപ്പോൾ അവിടേക്കൊന്ന് കയറി നോക്കണം. ഇതാണ് ഹൊയ്സാല ലോഡ്ജ്. ഇനി ഇവിടെ റൂമുണ്ടോ എന്നുള്ളത് അറിയില്ല. റൂമിന് എത്ര റേറ്റ് ആവുമെന്ന് അറിയില്ല. പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് കിടന്നുറങ്ങണം. റൂമിന് 1100 ആണ്, അതായത് 1100 രൂപ. ഡബിൾ റൂമിൻ്റെ വിലയാണ് പറഞ്ഞത്, സിംഗിൾ റൂം ഇല്ലയെന്ന്. ചെക്കൻ പറ്റിച്ച് ഈ നേരമായതുകൊണ്ട്. ഈ നേരത്തെ ആരായാലും റൂം എടുക്കുക. എന്തായാലും നമുക്ക് തൊട്ടപ്പുറത്ത് സ്ഥലം അന്വേഷിച്ച് നോക്കാം. ഹാവേരിയിൽ ഒരു സന്ധ്യാസമയം. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹാവേരി ബസ് സ്റ്റാൻഡൊക്കെ കാണും. അപ്പോൾ നീ ഹാവേരി ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലത്തെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കണം. നല്ല രസമാണ് കാണാൻ. പണിത് കഴിഞ്ഞ് വന്നാൽ നല്ലൊരു അടിപൊളി സംഭവമായിരിക്കും. ഹാവേരിയിലെ ഒരു സന്ധ്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഹാവേരിയിലെ ഒരു ടൗണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ അമ്പലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പുരാതനമായ നമ്മുടെ വേലൂര് പോയ പോലത്തെ അതൊക്കെ ഒന്ന് കാണണം. ഇങ്ങനെ ഹാവേരിയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു പഴയ വണ്ടി കണ്ടത്. എങ്ങനെയുണ്ട് ഈ വണ്ടിയുടെ മീതെ ഇവിടെ ജല്ലിക്കെട്ടിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ജല്ലിക്കെട്ട് ഇന്നവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും പറ്റണമെങ്കിൽ കാണണം. വണ്ടിയുടെ ഒരു ഭംഗി നോക്കി നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടല്ലേ. എത്രയോ കാലം പഴക്കമുള്ള വണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. ഇപ്പോൾ നിർത്തിപ്പോയി. എനിക്ക് ആ വണ്ടി ഇവിടെ പാരലൽ സർവീസ് നടത്തുന്നതാണ് കേട്ടോ. അതായത് ബസ്സുകളൊക്കെ ഇങ്ങനെ സർവീസ് നടത്തില്ല, അതേപോലെ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണ്. ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ട്. സമയം പുലർച്ചെ രാവിലെ 5:10. ഞാനിപ്പോൾ ബാംഗ്ലൂർ മജസ്റ്റിക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ഇതേതോ പവർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലക്ട്രിക് ബസ്സാണ്. കർണാടക ഗവൺമെൻറ്റിന് തോന്നുന്നു. നല്ലൊരു അടിപൊളി ബസ്സാണ്. മൈസൂർക്കാണ് പോകുന്നത്. ഫൗണ്ടൈൻ സർക്കിളിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. NR മോഹൻലാൽ.